ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലർ 4-31 വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഇങ്ങനെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോസ്തലർ 3 പത്രോസിലൂടെയും യോഹന്നാനിലൂടെയും നടന്ന വലിയൊരു അത്ഭുതം. ആ അത്ഭുതം അവരെ തടവറയിലേക്ക് നയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ സാധാരണ തടവറയിലേക്കല്ല നയിക്കേണ്ടത്, അനുമോദനവും അവർക്ക് ആദരവുകളും ഒക്കെ കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ ഇസ്രായേലിന് എപ്പോഴും സന്തോഷമുളവാക്കേണ്ടത്. എന്നാൽ ഇത് പത്രോസിനെയും യോഹന്നാനെയും തടവിലേക്കാണ് നയിക്കുന്നത് നാം കാണുന്നു. തടവിലാക്കപ്പെടുന്ന അവരെ വിസ്താരം കഴിക്കുന്നു. വിസ്താരം കഴിഞ്ഞ ശേഷം പുരുഷാരത്തെ ഭയപ്പെട്ട് ഇവരെ തർജ്ജനം ചെയ്ത് വിടുകയാണ്. വിട്ട ഈ അപ്പോസ്തലന്മാർ തങ്ങളുടെ കൂട്ടാളികളുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. ഒരു കൂട്ടമായ പ്രാർത്ഥന നടക്കുന്നു, ഐക്യമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അവർ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെട്ടു. മാത്രമല്ല, ദൈവവചനം പറയാനുള്ള ധൈര്യം അവർക്ക് വീണ്ടും ലഭിച്ചു. അപ്പോൾ ദൈവവചനം പറയാനുള്ള ധൈര്യം അവർക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ, ഇന്നലകളിൽ അവർ തടവറയിലാക്കപ്പെട്ടതും അവർ നിന്ദിക്കപ്പെട്ടതും അവർ തർജ്ജനം ചെയ്യപ്പെട്ടതുമായ സംഭവങ്ങൾ അവരെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട് എന്ന് നാം ഗ്രഹിക്കേണ്ടി വരുന്നു. അവർ ക്ഷീണിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അവർ ധൈര്യപ്പെട്ടു വചനം വീണ്ടും സംസാരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ദൈവമക്കളെ, സ്തോത്രം. ക്ഷീണിക്കുന്ന അവസ്ഥ പലപ്പോഴും മാനുഷികമായ രീതിയിൽ നമുക്കൊക്കെ ഉണ്ടാകാം എന്നുള്ളൊരു ചിന്ത ഈ പകൽക്കാലം ഈ ധ്യാന ചിന്തയിൽ എടുക്കുവാൻ ആഗ്രഹിക്കുക. അപ്പം ക്ഷീണിക്കുന്നവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവന് ധൈര്യം പകർന്ന് വീണ്ടും, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ പന്ഥാവിൽ ഓടുവാൻ ദൈവം അവനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ പകൽക്കാലം ഈ ചിന്തയിലൂടെ എനിക്ക് പറവാൻ ആഗ്രഹിക്കുന്നത്. 61 സങ്കീർത്തനത്തിൽ, സ്തോത്രം, ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന അവിടെ കാണുന്നത്. 2 വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. ഇപ്പോൾ ദാവീദിൻ്റെ മനസ്സ് ഇവിടെ ക്ഷീണിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. താൻ ക്ഷീണിച്ചിരിക്കുന്നതിന് കാരണം അബ്ശാലോം രാജാവായി സ്വയം പ്രഖ്യാപിക്കുന്നു. താൻ രാജസ്ഥാനം വിട്ട് ഓടേണ്ടി വരും. അപ്പോൾ ദൈവമക്കളെ, സ്തോത്രം, ഒരു മനുഷ്യൻ ക്ഷീണിക്കുന്ന മേഖല ഒത്തിരി സ്ഥലങ്ങളിൽ ക്ഷീണിക്കാം. ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകളാകാം, പ്രവർത്തികളാകാം, നമ്മുടെ ശരീര ക്ലേശങ്ങളാകാം, രോഗങ്ങളാകാം, അല്ലെങ്കിൽ ഭാരങ്ങളാകാം. മനുഷ്യൻ ക്ഷീണിക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്ഷീണിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം വാടുക, തളരുക, സ്തോത്രം. ഇങ്ങനെ ഒത്തിരി പദപ്രയോഗങ്ങളിലൂടെ ക്ഷീണം എന്ന പദത്തെ സ്തോത്രം നമുക്ക് ആലങ്കാരികമായി പറയാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണം, ദാവീദ് ഇവിടെ എഴുതുന്നത് ഇങ്ങനെയാണ്: ഞാൻ ക്ഷീണിക്കുമ്പോൾ. തൻ്റെ മകന് നിമിത്തം തനിക്ക് ഒത്തിരി ഭാരമുണ്ടായി. തൻ്റെ സിംഹാസനം നഷ്ടപ്പെടുന്നു, സ്തോത്രം, താൻ അപമാനിക്കപ്പെടുന്നു. ഹല്ലേലൂയ. താൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സമയത്ത് ദാവീദ് ക്ഷീണിച്ചിരുന്ന സമയത്ത് ചെയ്യേണ്ടത്, താനൊരു രാജാവാ. തൻ്റെ കൂടെ നിൽക്കുന്ന സേനാധിപന്മാരെന്ന് പറയുന്നത് ശക്തനായ യോബാവ, പരാക്രമിയായ അബിഷായി, മല്ലനായ ഇഥായി, ഇവരൊക്കെ ദാവീദിൻ്റെ കൂടെയുണ്ട്. പക്ഷേ അപ്പോഴും ഇവരെ കൊണ്ടൊക്കെ ഒന്ന് കൂട്ടി
അബ്ശാലോമിനോട് യുദ്ധം ചെയ്യാൻ ദാവീദ് തയ്യാറാകുകയല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാ പരാക്രമശാലികൾ തൻ്റെ കൂടെയുണ്ട്. താനൊരു പരാക്രമശാലിയാണ്. ഹല്ലേലൂയ. ദാവീദ് ഒരു യോദ്ധാവാണ്. പക്ഷേ ഹല്ലേലൂയ, ക്ഷീണിക്കുമ്പോൾ ദാവീദിന് പറയാനൊരു വാക്കേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. ദൈവമക്കളെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, എത്ര വലിയ പരാക്രമശാലിയായാലും ശരി, പ്രൈസ് ദി ലോർഡ്, ക്ഷീണിക്കുമ്പോൾ ഒരു ഭക്തൻ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇവിടെ നോക്കണം സ്തോത്രം, ഈ അപ്പോസ്തോലന്മാർ സ്തോത്രം, അവർ ഹല്ലേലൂയ സ്തോത്രം, അവരെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ യഹൂദന്മാരായ ആളുകൾ ഹല്ലേലൂയ ക്ഷീണിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥന, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ അന്തരീക്ഷത്തിലേക്ക് പ്രാർത്ഥനക്കാരായ സഹപ്രവർത്തകരുടെ അടുക്കിലേക്ക് ചെന്ന് അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ധൈര്യപ്പെടുകയും ദാവീദ് പറയുകയാണ്, അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണം എന്ന് വെച്ചാൽ സ്തോത്രം, ഉന്നതമായ പാറ, എനിക്കത് ഔന്നത്യമായി, എനിക്കത് കയറിപ്പറ്റാൻ പറ്റുകയില്ല. പക്ഷെ എന്നെ അവിടേക്ക് ഒന്ന് നടത്തണം എന്ന് വെച്ചാൽ എന്നെ നീ കൈപിടിച്ച് അവിടേക്കൊന്ന് കയറ്റണം. പ്രൈസ് ലോർഡ്. നമുക്ക് കാലം സ്തോത്രം, ക്ഷീണിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ്റെ ധൈര്യം എന്നുള്ളത് 1 യോഹന്നാൻ 5:14 പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അപ്പോൾ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ്റെ ധൈര്യം എന്നുള്ളത് ഹല്ലേലൂയ, അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു, ദൈവം അവന് ഉത്തരം അരുളുന്നു എന്നുള്ളത്. 15-ാമത്തെ വാക്യം: നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. അപ്പോൾ കേവലം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, ഹല്ലേലൂയ, ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു എന്നുള്ളതുമാണ് ഒരു പ്രാർത്ഥനക്കാരൻ്റെ ധൈര്യം. അപ്പോൾ ഇന്ന് പകൽക്കാലം നാം ധൈര്യപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, നാം മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തേണ്ടവരും കൂടെ. പ്രൈസ് ലോർഡ്. പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു എന്നുള്ളത് നമ്മുടെ ധൈര്യമാണ്. അപ്പോൾ തന്നെ പ്രൈസ് ലോർഡ്, നാം മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലർ 27-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമിലേക്കുള്ള തൻ്റെ യാത്രയിൽ തകർന്നുപോയ കപ്പലിൽ ആശ നഷ്ടപ്പെട്ടു പോയി, ഇനിയും ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല എന്ന് മനസ്സിലാക്കിയ തൻ്റെ സഹപ്രവർത്തകർ, അല്ലെങ്കിൽ തൻ്റെ കൂടെയുണ്ടാകുന്ന യാത്രക്കാർ, അതുപോലെ ഈ കപ്പൽ ഓടിക്കുന്ന സ്തോത്രം കപ്പിത്താൻ, കപ്പൽ മാലുമി, എല്ലാവരും വളരെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ സ്തോത്രം പൗലോസ് അവിടെ നിന്ന് പറയുന്ന ഒരു വാക്കാണ് സ്തോത്രം 27-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം മുതലാണ് വായിക്കേണ്ടത്. പൗലോസെ, ഭയപ്പെടുക, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകും. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിക്കുവിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ നോക്കണം, ദൈവം പൗലോസിനോട് പറയുന്നു സ്തോത്രം, നീ കൈസറുടെ മുമ്പാകെ നിൽക്കും. അത് പൗലോസിൻ്റെ ഒരു ധൈര്യമാണ്. സ്തോത്രം, ദൈവം എന്നോട് പറയുന്നത് സംഭവിക്കും എന്നുള്ള ആ പൗലോസിൻ്റെ ധൈര്യം സ്തോത്രം. പൗലോസ് ധൈര്യപ്പെടുന്നു എന്ന് മാത്രമല്ല സ്തോത്രം, പൗലോസ് തൻ്റെ കൂടെ ഉണ്ടാകുന്ന യാത്രക്കാരെയും ഹല്ലേലൂയ കപ്പൽ ഉടമയെയും സ്തോത്രം ആ കപ്പൽ ഓടിക്കുന്നവരെയൊക്കെ ധൈര്യപ്പെടുത്തുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു ഭാഗമാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ, ക്ഷീണിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതെത്ര പരാക്രമശാലിയായാലും യോദ്ധാവായാലും പ്രൈസിലോട് സുവിശേഷകനായാലും ഹല്ലേലൂയ സ്തോത്രം സാധാരണ മനുഷ്യനായാലും ഒക്കെ ക്ഷീണമുണ്ടാകാം. ക്ഷീണം ഹല്ലേലൂയ പല മേഖലകളിൽ കടന്നു വരാം. പക്ഷേ സ്തോത്രം അവിടെ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് സ്തോത്രം നമുക്ക് മുൻപോട്ട് പോകാനുള്ള ധൈര്യം ലഭിക്കും എന്നത് നമ്മൾ ധ്യാനിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ധൈര്യം ലഭിക്കുന്നത് എന്നുള്ളത്? പ്രാർത്ഥനക്കാരൻ്റെ ഏറ്റവും വലിയ ധൈര്യം ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, മാത്രമല്ല സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എന്നുള്ളതാണ്. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്ന സ്തോത്രം, അതുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? നമ്മുടെ ധൈര്യം എന്നുള്ളത് ഹല്ലേലൂയ ഇന്നലകളിൽ ഭയപ്പെട്ടിരുന്ന കൃപാസനത്തിലേക്ക് പോകാൻ ഒരു പുരോഹിതൻ, എന്നാൽ ഇന്ന് നമുക്ക് ധൈര്യമുണ്ട്. കാരണം അവിടെ നിൽക്കുന്നത് ആരാണെന്നറിയാമോ? സ്തോത്രം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മെപ്പോലെ ഹല്ലേലൂയ വേദന സഹിച്ച, കഷ്ടത സഹിച്ച, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ കഷ്ടത സഹിക്കണമോ അതൊക്കെ അനുഭവിച്ചറിഞ്ഞ സ്തോത്രം യേശു കൃപാസനത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ധൈര്യം. മാത്രമല്ല നമ്മുടെ യേശു മഹാപുരോഹിതനാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു മഹാപുരോഹിതൻ്റെ ദൗത്യം എന്നുള്ളത്? ദൈവത്തിനും ഹല്ലേലൂയ മനുഷ്യനും ഇടയ്ക്കാ ഒരു പുരോഹിതൻ നിൽക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. മാത്രമല്ല സ്തോത്രം ഹല്ലേലൂയ എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവൻ, പ്രൈസ് ദി ലോർഡ് എനിക്ക് വേണ്ടി പക്ഷം പിടിച്ച് ഹല്ലേലൂയ എൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു മഹാപുരോഹിതൻ കൃപാസനത്തിൽ നിൽക്കുന്നു എന്നുള്ളതാ ഒരു ഹല്ലേലൂയ ഒരു പ്രാർത്ഥനക്കാരൻ്റെ ധൈര്യം എന്നുള്ളത്. അവിടെ നിൽക്കുന്നത് ഭീതിയിരിക്കുന്ന ഒരാളല്ല, പകരം എനിക്ക് പകരക്കാരനായി മരിച്ച, പ്രൈസ് ദി ലോർഡ് എനിക്ക് വില തന്ന, എന്നെ ഹല്ലേലൂയ സ്തോത്രം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന, എന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന, എന്നെ ശ്രേഷ്ഠനാക്കാൻ ആഗ്രഹിക്കുന്ന, എന്നെ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ലോകത്തിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നെ ലോകത്തിൽ ആര് സ്നേഹിക്കുന്നതിനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരുവൻ കൃപാസനത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഒരു പ്രാർത്ഥനക്കാരൻ്റെ ധൈര്യം എന്നുള്ളത്. ഹല്ലേലൂയ നാം ധൈര്യപ്പെടുന്നു എന്ന് മാത്രമല്ല, നാം മറ്റുള്ളവരെയും ധൈര്യപ്പെടുത്തണം. പൗലോസ് ഹല്ലേലൂയ താൻ ധൈര്യപ്പെട്ടു, മറ്റൊരുവരെയും ധൈര്യപ്പെടുത്തി. ഇന്ന് പകൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, നിത്യനായ കർത്താവേ, ഹല്ലേലൂയ അധൈര്യപ്പെട്ടു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന, തളർന്നു പോകുന്ന മേഖലകളിൽ കർത്താവേ പ്രാർത്ഥനയോടെ ആ പാദപീഠത്തിലേക്ക് അടുത്തു വരുമ്പോൾ അങ്ങ് അവരെ ധൈര്യപ്പെടുത്തുകയും വീണ്ടും ഹല്ലേലൂയ കർമ്മനിരതരാകുവാൻ അവരെ ശക്തീകരിക്കുകയും ചെയ്യുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. മാത്രമല്ല കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ ഹല്ലേലൂയ അവർക്ക് ദൈവം കൊടുക്കുന്ന കൃപയ്ക്കായും സ്തോത്രം. വചനം കേൾക്കുന്ന ജനത്തെ ആ മേഖലയിൽ അനുഗ്രഹിക്കണം കർത്താവേ. ചില ദൈനഹീനരെ ഹല്ലേലൂയ അങ്ങ് ശക്തീകരിക്കണം. ദൈവം ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം, അനുഗ്രഹിക്കുന്ന സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.